വീണ്ടും ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ പടിവാതിക്കൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഏതാണ്ടൊരു 7 ദിവസങ്ങൾ കഴിയുമ്പോൾ വൃശ്ചിക പുലരി പിറക്കുകയാണ്. ഭഗവാന്റെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഇതേ പ്രസ് ക്ലബ്ബിൽ വെച്ച് മകരവിളക്ക് മഹോത്സവത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ശബരിമലയിലേക്ക് പോയത്. അതുപോലെ തന്നെ ഇത്തവണയും പത്തനംതിട്ടയിലെ പത്രപ്രവർത്തകർ നിങ്ങളെ കണ്ട് ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചാണ് ഇവിടെ എത്തിയത്. കാരണം ശബരിമല എന്ന ലോകപ്രശസ്തമായ ആരാധനാലയം, ആ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പത്തനംതിട്ട ജില്ലയുടെ പത്രക്കാരുടെ നിങ്ങളുടെ പ്രയത്നവും നിങ്ങളെടുക്കുന്ന എഫർട്ടുമാണ് ശബരിമല മഹോത്സവത്തെ, ആ ക്ഷേത്രത്തെ ലോകമെമ്പാടും എത്തിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ശബരിമല തീർത്ഥാടനം തുടങ്ങാം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങളുടെ കാലാവധി ഇവിടെ നേരത്തെ ബഹുമാനായ മെമ്പർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കാലാവധി നവംബർ 13 അവസാനിക്കും. പക്ഷെ ഞങ്ങളുടെ അർപ്പിതമായൊരു കടമയുണ്ട്. ഞങ്ങൾ സ്ഥാനത്തിരിക്കുന്നതുവരെ ശബരിമലയിലെ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കണമെന്നുള്ളത്, അത് പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തവണയും ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അത് മരാമത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ടെമ്പിൾ പാർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും എല്ലാം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ മികച്ചതായി എടുക്കുവാൻ ഞങ്ങൾ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങൾ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് അവിടെ എത്തുന്നത് നമുക്കറിയാം. പക്ഷേ ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കൂടി ഒരു 54-55 ലക്ഷം ഭക്തജനങ്ങളാണ് വന്നത്. ഇപ്രാവശ്യം ഒരു 65 ലക്ഷം ഭക്തജനങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരു 10 ലക്ഷം ഭക്തജനങ്ങളെങ്കിലും കൂടുതലായി വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് ഞങ്ങളിവിടെ ഒരുക്കാൻ പരിശ്രമിച്ചിരിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്.